Hello guys, I am Atmas and welcome back to my channel Super Earnest. നമ്മളാണ് സൂപ്പർ ഏണസ് സൂപ്പർ ഹീറോസ്. സൂപ്പർ ഏണസിൻ്റെ വേണ്ടിയിട്ട് പുതിയ മാർവൽ സ്റ്റോറിക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡെയർ ഡബിൾ ബോൺ അഗെയിൻ്റെ 7ാമത്തെ എപ്പിസോഡ് അങ്ങനെ ജിയോ ഹോട്ട്സ്റ്റാറിൽ പ്രീമിയർ ആയിരിക്കുകയാണ്. സോ നമുക്ക് ബ്രേക്ക് ഡൗണിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. അപ്പം നമുക്ക് വീഡിയോയിൽ കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. സോ 40 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ എപ്പിസോഡിൻ്റെ പേര് ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നാണ്. സോ നമ്മൾ കാണുന്നത് ഫിസ്കിൻ്റെ സഹായികളെയാണ്. സോ അവിടെ നിന്നിട്ട് നമ്മളെ ഫിസ്ക് അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ വിൻഡോയ്ക്ക് അപ്പുറം നിങ്ങൾ എന്താണ് കാണുന്നത്, പുറത്തായിട്ട് എന്താണ് കാണുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫിസ്കിൻ്റെ ഹെൽപ്പേഴ്സ് പറയുന്നുണ്ട് സ്റ്റാർബക്സ് വാട്ടേഴ്സാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും എന്താ പറയുക, വാട്ടേഴ്സ് അതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ഫിസ്ക് ഉദ്ദേശിച്ച ഒരു ഉത്തരമല്ല. അതുകൊണ്ട് ഫിസ്കിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണ്, സാർ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഫിസ്ക് പറയുന്നുണ്ട് ഫിയർ എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ അവരുടെ നമ്മുടെ ഫിസ്കിൻ്റെ സ്റ്റാഫ് പറയുന്നുണ്ട് ഏഞ്ചല എന്ന് പറയുന്ന കുട്ടി ഇതേപോലെ മ്യൂസിക് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി ഡെയർ ഡബിൾ എന്ന് പറയുന്ന ഒരു വിജിലാൻറ്റിയാണ് രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഫിസ്കിൻ്റെ മുഖം വല്ലാതെ മാറുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഏഞ്ചല ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ മാറ്റ് ഷവറിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഷവറിൽ നിന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മാറ്റിൻ്റെ ദേഹത്ത് മുറിഞ്ഞിട്ടുണ്ട്. സോ ബ്ലഡൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നീട് ഹീത്തർ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇവളെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും ഹീത്തർ എന്നത് കുളിക്കാൻ വേണ്ടി അവനോടെ പോകുന്നു. പിന്നീടുള്ള നടന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്താ പറയുക, ഇരുട്ട് ദുഃഖമാണ് ഉണ്ണി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സോ എന്തായാലും അതിൻ്റെ ആ ഒരു കുളിയിലിടയിൽ നമ്മുടെ ഈ പെണ്ണ് നമ്മുടെ മാറ്റിൻ്റെ ശരീരത്തിലുള്ള ബ്രൂസസ് ആണ്. അപ്പം മാറ്റ് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ വളരെ ടഫായിട്ടുള്ളൊരു ഫേസിലൂടെയാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ എന്നിട്ട് മാറ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നു. എന്തിനാണ് നീ വീണ്ടും ഡെയർ ഡബിളിൻ്റെ ഇതിലോട്ട് പോയതെന്നൊക്കെ കാണുന്നു. പിന്നെ അതായത് നമ്മുടെ ഫിസ്ക് വന്ന് അവരുടെ അടുത്ത് മ്യൂസിൻ്റെ കാര്യങ്ങൾ കിഡ്നാപ്പായി പോയതും ഭയങ്കര ടെൻഷനാണെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ ഏഞ്ചലെ കാണുന്നു, ഏഞ്ചല ബെഡിൽ കിടക്കുന്നതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മളെ ഡിറ്റക്റ്റീവും ആ ഒരു മ്യൂസിൻ്റെ ഹൈഡ് ഔട്ട് മൊത്തം സെർച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ ആഞ്ചല ഒരു എന്താ പറയുക സ്കെച്ചസ്, അതായത് ആഞ്ചലയുടെയും പലരുടെ ഒരു സ്കെച്ചസ് അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് മ്യൂസ് വരച്ചതായിട്ട്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ വെനസ ആ ഒരു ഗ്യാങ് മെമ്പറിൻ്റെ അടുത്ത് സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ബാസ്റ്റ്യൻ കൂപ്പറാണ് ശരിക്കും പറഞ്ഞാൽ മ്യൂസ്. സോ പുള്ളിക്കാരൻ വന്ന് നമ്മുടെ ഹീത്തറിൻ്റെ അടുത്ത് തെറാപ്പിക്ക് വേണ്ടി വരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. സോ അത്തരത്തിലൊരു തെറാപ്പിയിലോട്ട് വരുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ഡിറ്റക്റ്റീവും ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു മ്യൂസിൻ്റെയും ഡെയർഡബിളിൻ്റെയൊക്കെ കുറച്ച്. പിന്നെ എന്ന് വെച്ചാൽ അവിടെ ആ ഒരു തെറാപ്പി സെക്ഷനിലിടയിൽ ഒരു നമ്മുടെ എന്താ പറയുക ബാസ്റ്റ്യൻ കൂപ്പറിൻ്റെ മൂക്കിൽ നിന്ന് രക്തം വരികയും അത് വെച്ച് മ്യൂസിൻ്റെ പോലത്തെ ഒരു ഡ്രോയിങ് പുള്ളിക്കാരൻ വരയ്ക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഡെയർ ഡബിൾ അവിടെ പോകും, അതായത് ആ മ്യൂസിൻ്റെ ഹൈഡ് ഔട്ടിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ വെച്ചാൽ നമ്മുടെ എന്താ പറയുക ഹീത്തറിനെ ബോധം ഇല്ലാതാക്കുന്നുണ്ട് ഈ ചെറുക്കൻ. എന്നിട്ട് മ്യൂസിൻ്റെ മാസ്ക് ഇട്ടുകൊണ്ട് വന്നിട്ട് പുള്ളിക്കാരിയുടെ കൈ കട്ട് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അവിടത്തേക്ക് പോലീസ് വരുന്നു. എൻ്റെ പിന്നീട് ഡെയർ ഡബിൾ വരികയും ഹേത്തർ ഒരുമാതിരത്തെ ഇതിലാണ് നിൽക്കുന്നുണ്ട്. ഹേത്തർ അവനെ ഷൂട്ട് ചെയ്യുകയും മ്യൂസ് എന്ന് പറയുന്ന വില്ലൻ മരിച്ചതായിട്ടാണ് നമ്മൾ പിന്നീട് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ബീബിയാണ്. ബീബി എന്ന് വന്നിട്ട് നമ്മൾ ഡാനിയലിനെ കാണാൻ വന്നിരിക്കുകയാണ്. സോ ഡാനിയൽ വന്നിട്ട് ഫിസ്കിൻ്റെ കസേരയിലാണ് ഇരിക്കുന്നത്. അവന് കിട്ടിയതും പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് നമ്മൾ വെച്ചാൽ ഹീത്തർ ഹോസ്പിറ്റലിലാണ്. അവിടെ നമ്മുടെ മാറ്റും ഉണ്ട്.
പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫിസ്ക് ഒരു പത്രസമ്മേളനം പോലത്തെ ഒരു സംഭവം കൂട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ഞാൻ തീർച്ചയായിട്ടും ഈ സിറ്റിയിൽ സമാധാനം കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ആ മ്യൂസിൻ്റെ മാസ്ക് കാണുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് വെനസ തൻ്റെ ഫോണിൽ ഫിസ്കിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ, കറണ്ട് ലൊക്കേഷൻ ആർക്കും അയച്ചു കൊടുക്കുകയാണ്. അത് നമ്മുടെ എന്താ പറയുക, ഫിസ്കിനെ ഹാം ചെയ്യാനാണ്. നമ്മൾ പിന്നീട് കാണുന്നത് വെച്ചാൽ ഫിസ്ക് ആ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഫിസ്കിനെ അയാൾ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും ഫിസ്കിൻ്റെ ഹെൽപ്പർ അതായത് സ്റ്റാഫ് വന്നിട്ട് അയാളെ ഷൂട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഫിസ്കിന് മനസ്സിലായെന്ന് തോന്നുന്നു ഈ ഫിസ്കിൻ്റെ ഈ ഇതിന് പിന്നിൽ നമ്മുടെ വെനസയാണെന്ന്. സോ അതുകൊണ്ട് തന്നെ ഈ വെനസ്ഡേക്ക് ഇതെടുത്ത് ഫുഡ് വീട്ടിലോട്ട് കൊണ്ടുവരാൻ ഫുഡ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടായിട്ട് ആ ഒരു എപ്പിസോഡ് തീരുകയാണ്. സോ എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് ഫിസ്കിന് അത് തീർച്ചയായിട്ടും അറിയാം. സോ ഗൈസ് ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് മറ്റൊരു മാർവൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതിലും അനുയോജ്യ സൂപ്പർ സ്റ്റേമെൻറ്റ് നമ്മളുള്ള സൂപ്പർ ഹീറോസ്.